ലോഗോസ് ക്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ന്യായാധിപന്മാർ 17-ാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, മിക്ക താമസിച്ചിരുന്നത് എവിടെ? ഉത്തരം എഫ്രായിം മലനാട്ടിൽ. രണ്ടാമത്തെ ചോദ്യം, മിക്ക അമ്മയ്ക്ക് തിരികെ നൽകിയത് എത്ര വെള്ളി നാണയങ്ങളാണ്? ഉത്തരം 1100. മൂന്നാമത്തെ ചോദ്യം, 1100 വെള്ളി നാണയം എൻ്റെ കൈവശമുണ്ട്, ഞാനാണ് അതെടുത്തത്. അപ്പോൾ മിക്കായുടെ അമ്മ പറഞ്ഞ ആദ്യത്തെ മറുപടി എന്തായിരുന്നു? ഉത്തരം, എൻ്റെ മകനെ, കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. നാലാമത്തെ ചോദ്യം, മിക്കായുടെ അമ്മ ആ വെള്ളി നാണയങ്ങൾ മാറ്റിവെച്ചത് ആർക്കു വേണ്ടിയായിരുന്നു? ഉത്തരം, മകനു വേണ്ടി. അഞ്ചാമത്തെ ചോദ്യം, മകനു വേണ്ടി ആ വെള്ളി നാണയങ്ങൾ എന്തൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് അമ്മ മാറ്റിവെച്ചത്? ഉത്തരം, കൊത്തു വിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും. ആറാമത്തെ ചോദ്യം, 1100 വെള്ളി നാണയങ്ങളിൽ നിന്നും മിക്കായുടെ അമ്മ എത്ര വെള്ളി നാണയങ്ങൾ എടുത്താണ് തട്ടാനെ ഏൽപ്പിച്ചത്? ഉത്തരം, 200. ഏഴാമത്തെ ചോദ്യം, കൊത്തു വിഗ്രഹവും വാർപ്പ് വിഗ്രഹവും നിർമ്മിച്ച് ആരുടെ ഭവനത്തിലാണ് പ്രതിഷ്ഠിച്ചത്? ഉത്തരം, മിക്കായുടെ ഭവനത്തിൽ. എട്ടാമത്തെ ചോദ്യം, മിക്കായുടെ ഭവനത്തിൽ വന്ന ലേവ്യന് എന്താണ് വാഗ്ദാനം ചെയ്തത്? ഉത്തരം, നീ എനിക്ക് പിതാവും പുരോഹിതനും ആയിരിക്കുക, ഞാൻ നിനക്ക് വർഷം തോറും 10 വെള്ളി നാണയവും വസ്ത്രവും ഭക്ഷണവും നൽകിക്കൊള്ളാം.